ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്കൊരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കർത്താവേ, ഞങ്ങളുടെ വചനം ജീവനും ചൈതന്യമുള്ള വചനമാണ് കർത്താവേ. കർത്താവേ, ഞങ്ങൾ ആ വചനത്തിന് മുന്നിൽ ഞങ്ങളായിരിക്കുന്നു. ദൈവം ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവേ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങൾക്ക് യഥാർത്ഥമായിട്ടും 30, 60, 100 മേനി ഫലം കായ്ച്ച് കർത്താവെ അങ്ങേക്ക് ഗ്ലോറിഫൈ ചെയ്ത് ജീവിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. എല്ലാം അങ്ങയുടെ നാമത്തിനായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് വളരെ സുപരിചിതമായൊരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാം ബൈബിളിലെ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിലെ യോസഫിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. യോസഫിന്റെ ജീവിതവും ഞാനിങ്ങനെ എനിക്ക് എന്നോട് സംസാരിച്ച വാക്യമായിരുന്നു ജെനിസിസ് ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം ചാപ്റ്റർ 49 വേഴ്സ് 22 to 24. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യം. നമ്മളവിടെ ഇങ്ങനെ വായിക്കുന്നു: യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ. അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. അവർ എയ്തു അവനോട് പൊരുതി. അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവന്റെ ഭുജം യാക്കോബിന്റെ വല്ലഭന്റെ കയ്യിലാൽ ബലപ്പെട്ടു. ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്താൽ തന്നെ. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിലും എന്നെ ഒത്തിരി എൻകറേജ് ചെയ്ത കാര്യമായിരുന്നു ഈ ഒരു വാക്യം. യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം. യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം. നമുക്കറിയാം ജെനസിസ് ചാപ്റ്റർ 49, അതായത് ഉൽപ്പത്തി 49 അധ്യായത്തിലെ സ്വന്തം തൻ്റെ ഓമന പുത്രനായ അല്ലെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന യാക്കോബ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന തൻ്റെ ഓമന പുത്രനായ യോസഫിനെ കുറിച്ച് യാക്കോബിനെ പറയാനുള്ള ഒരു സാക്ഷ്യമാണ് നമ്മൾ ഇവിടെ വായിച്ചത്. യോസഫ്, എൻ്റെ ഓമനപുത്രനായ യോസഫ്, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, പ്രത്യേകിച്ച് യൂത്ത് ആയതുകൊണ്ട്, ഡിയർ മൈ യൂത്ത് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, എനിക്കറിയില്ല നിങ്ങളുടെ ഏത് സ്റ്റേജിലാണ് നിങ്ങളുള്ളതെന്ന്. നിങ്ങൾ ചിലപ്പോൾ കോളേജിൽ പഠിക്കുന്നവരായിരിക്കാം, നിങ്ങൾ ജോലി ചെയ്യുന്നവരായിരിക്കാം, അങ്ങനെ പല സ്റ്റേജസിലായിരിക്കാം നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത്, എനിക്കറിയില്ല. പക്ഷേങ്കിൽ നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും നമ്മൾ ഓരോരുത്തരെ കുറിച്ചും ഉള്ള ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന് നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഓരോരുത്തരെയും ആ യോസഫിന്റെ പേര് മാറ്റി നമ്മളെ പേരിട്ട് ഈ ബ്രദർ എക്സ് ബ്രദർ വൈ, ഫലപ്രദമായ ഒരു വൃക്ഷം. ദൈവം നമ്മളിവിടെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന് വേണ്ടി ഒരു ഫലകരമായ ഒരു ജീവിതം. യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം പോലെ ആയിരുന്നു. നമുക്കറിയാം യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം എന്ന് നമ്മളിവിടെ വായിക്കുമ്പോഴും യോസഫ് എല്ലാം അനുകൂലമായ ഒരു സാഹചര്യത്തിലല്ല യോസഫ് കടന്നുപോയത്. എല്ലാ കാര്യങ്ങളും ഭംഗിയായി പോകുമ്പോഴല്ല യോസഫിനെ കുറിച്ച് ഒരു സാക്ഷ്യം പറയുന്നത്. നമുക്കറിയാം യോസഫ് നമ്മളവിടെ വായിക്കുന്നു, വേഴ്സ് 22 വാക്യത്തിൽ നമ്മൾ വായിച്ചു, വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവർ എയ്തു അവനോട് പൊരുതി. യോസഫ് താൻ കടന്നുപോയ വളരെ ബുദ്ധിമുട്ടിന്റെയും വളരെ പ്രയാസത്തിന്റെയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതിനുശേഷം ഇതിന്റെ എല്ലാം മധ്യത്തിൽ യോസഫ് കടന്നു പോകുമ്പോഴും യോസഫ് അവിടെ നമ്മൾ വായിച്ചു, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം യോസഫിനെ ബലപ്പെടുത്തിക്കൊണ്ട് അവിടെയെല്ലാം യോസഫ് ഒരു ഫലപ്രദമായ ഒരു വൃക്ഷത്തെ പോലെ യോസഫിന്റെ ജീവിതം ആയി തീരുവാനായിട്ട് കഴിയുന്നു. നമുക്കറിയാം യോസഫ് ഒരു പ്രതീക്ഷയും അല്ലെങ്കിൽ കൈവിടാതെ, അല്ലെങ്കിൽ ദൈവത്തിൽ തന്നെ ഉറച്ചുകൊണ്ട് നിരാശപ്പെടാതെ ബലം പ്രാപിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി ഒരു സാക്ഷിയായിട്ട് നിന്ന്
ഈ ഒരു സാക്ഷ്യം യാക്കോബായ തന്റെ പിതാവിന് യോസഫിനെ കുറിച്ച് നമ്മൾ അവിടെ യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം. നമ്മൾ 23-ാമത്തെ വാക്യത്തിലൂടെ വായിച്ചു, വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവർ എയ്തു അവനോട് പൊരുതി. പല ബുദ്ധിമുട്ടുകളിലും പല സാഹചര്യത്തിലും കടന്നുപോയ ഒരു വ്യക്തിയാണ് യോസഫ്. നമുക്കറിയാം, ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നമുക്ക് അതിന്റെ 2-3 വാക്യങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളെ ഉൽപ്പത്തിന്റെ 37-ാമത്തെ അധ്യായത്തിലെ ജെനസിസ് ചാപ്റ്റർ 37 വേഴ്സ് 28 നമ്മളവിടെ ഇങ്ങനെ വായിക്കുന്നു, മിദ്യാന കച്ചവടക്കാർ കടന്നു പോകുമ്പോൾ അവർ യോസഫിനെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി ഇസ്മായിലിയർക്ക് 20 വെള്ളിക്കാശിന് വിറ്റു. അവർ യോസഫിനെ മിസ്രൈലിലേക്ക് കൊണ്ടുപോയി. യോസഫിന്റെ ജീവിതം നമുക്കറിയാം. യോസഫിന്റെ സ്വന്തം സഹോദരന്മാരെന്നും യോസഫിനെ ഒറ്റപ്പെടുത്തി അവരെല്ലാം അവനെ വെറുക്കുന്ന ഒരു അനുഭവത്തിൽ കൂടിയാണ് യോസഫിന്റെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യോസഫിന്റെ അടിമത്തം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. യോസഫിന്റെ അടിമത്തം, ദ സ്ലേവറി ഓഫ് ജോസഫ്. പിന്നെ യോസഫ് വീണ്ടും മുമ്പോട്ട് പോകുമ്പോഴും അവിടെയെല്ലാം യോസഫ് നമുക്കറിയാം. യോസഫിന്റെ കാര്യങ്ങളെല്ലാം 39-ാമത്തെ ചാപ്റ്റർ 39 39-ാം അധ്യായത്തിലെ വേഴ്സ് 7 to 10 നമ്മളവിടെ ഇങ്ങനെ വായിക്കുന്നു. ചാപ്റ്റർ 37 വേഴ്സ് 7 to 10 നമ്മളവിടെ ഇങ്ങനെ വായിക്കുന്നു. 39 ചാപ്റ്റർ 7 to 10 യോസഫ് കോമളനും മനോഹര രൂപിയുമായിരുന്നത് കൊണ്ട് യജമാനന്റെ ഭാര്യ യോസഫിന്മേൽ കണ്ണു പതിച്ചു, എന്നോട് കൂടെ ശയിക്ക എന്ന് പറഞ്ഞു. അവൻ അതിനെ സമ്മതിക്കാതെ യജമാനന്റെ ഭാര്യയോട്, ഇതാ വീട്ടിൽ എന്റെ കൈവശമുള്ള യാതൊന്നും എന്റെ യജമാനൻ അറിയുന്നില്ല. തനിക്കുള്ളവരെയൊക്കെയും എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല. നീ അവന്റെ ഭാര്യയാകയാൽ നിന്നെയല്ലാതെ മറ്റു യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്തത് എങ്ങനെ എന്നു പറഞ്ഞു. അവൾ ദിനം പ്രതി യോസഫിനോട് പറഞ്ഞിട്ടും അവളുടെ കൂടെ ശയിക്കുവാനോ അവളുടെ അരികെ ഇരിക്കുവാനോ അവൻ അവളെ അനുസരിച്ചിട്ടില്ല. നമുക്കറിയാം, യോസഫ് പോയ ഒരു പ്രലോഭനം, ടെംപ്റ്റേഷൻസ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. യോസഫ് വീണ്ടും മുമ്പോട്ട് കടന്നുപോകുമ്പോഴും നമുക്കറിയാം തെറ്റായ പല ആരോപണങ്ങൾ. നമുക്കറിയാം ജെനസിസ് ചാപ്റ്റർ 39 നമ്മളെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. 14-ാമത്തെ വാക്യത്തിൽ, അവൾ വീട്ടിലുള്ളവരെ വിളിച്ച് അവരോട്, കണ്ടോ, നമ്മെ ഹാസ്യമാക്കേണ്ടതിന് അവൻ ഒരു എബ്രായവനെ കൊണ്ടുവന്നിട്ടിരിക്കുന്നു. അവൻ എന്നോട് ശയിക്കേണ്ടതിന് എന്റെ അടുക്കൽ വന്നു. എന്നാൽ ഞാൻ ഉറക്കെ നിലവിളിച്ചു. നമുക്കറിയാം യോസഫിന്റെ കുറിച്ചുള്ള തെറ്റായ ആരോപണങ്ങള്. വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് 39-20 നമ്മളോട് വായിക്കുന്നു, യോസഫിനെ കാരാഗ്രഹത്തിലേക്ക് അടക്കുന്ന യോസഫിന്റെ അടുത്ത ജീവിതം, ജയിലകപ്പെടുന്ന ഒരു ജീവിതം. യോസഫിന്റെ യജമാനൻ അവനെ പിടിച്ച് രാജാവിന്റെ ബന്ധന്മാർക്ക് കിടക്കുന്ന കാരാഗ്രഹത്തിൽ ആക്കി വെച്ചിരിക്കുന്നു. മുമ്പോട്ട് നമ്മൾ പോകുമ്പോൾ 40-ാമത്തെ അധ്യായത്തിലെ 23-ാമത്തെ വാക്യത്തിൽ നമ്മളോട് വായിക്കുന്നു. 40-23 നമ്മൾ വായിക്കുന്നു. നമുക്കറിയാം യോസഫ് ജയിലിൽ വെച്ച് മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ചെയ്തു. പക്ഷെങ്കിൽ യോസഫിന് അവരൊരു നന്ദികേട് കാണിച്ചു. നന്ദികേട് അനുഭവിക്കുന്ന ഒരു കാര്യം യോസഫിന്റെ 23-ാമത്തെ 40-23 എങ്കിലും പാനപാത്രവാഹന്മാരുടെ പ്രമാണി യോസഫിനെ ഓർക്കാതെ അവനെ മറന്നുകളഞ്ഞു. നമുക്കറിയാം യോസഫ് കടന്നുപോയ പല സാഹചര്യങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. അടിമത്തം, പ്രലോഭനങ്ങള്, തെറ്റായ ആരോപണങ്ങള്, ജയില്, ഒരു നന്ദികേട്. ഇതിലെല്ലാം കടന്നു പോകുമ്പോൾ യോസഫ് അവിടെ എല്ലാം ഫലകരമായ ഒരു വൃക്ഷം പോലെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് നമുക്കവിടെ കർത്താവില് ദൈവത്തില് സ്ട്രോങ് ആയി നിൽക്കുവാനായിട്ട് യോസഫിനെ ദൈവം ബലപ്പെടുത്തി. യഥാർത്ഥമായിട്ടും ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത്, നമ്മളെ കോളേജിലാകാം, നമ്മുടെ ഓഫീസിലാകാം, നമ്മുടെ ഭവനത്തിലാകാം, അവിടെയെല്ലാം യോസഫിനെ കുറിച്ച് പറഞ്ഞതുപോലെ ദൈവത്തിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ സാക്ഷ്യം ഇതായിരിക്കണം. യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം. നമ്മളെ കടന്നു പോകുന്ന സാഹചര്യങ്ങളെല്ലാം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ഫലപ്രദമായ ഒരു വൃക്ഷം പോലെ നമ്മൾ ആയിരിക്കണം. ജോസഫിന്റെ ജീവിതത്തിലെ ഒരു യഥാർത്ഥ ചിത്രമാണ് നമ്മളിവിടെ കണ്ടത്. ആത്മീയമായിട്ട് നമ്മൾ പറഞ്ഞാൽ ജോസഫിന്റെ ജീവിതം ചെലവഴിപ്പെട്ടത് ദാഹിച്ചു വരേണ്ട ഒരു ദേശത്തായിരുന്നു യോസഫിന്റെ ജീവിതം. ആത്മീയമായിട്ടുള്ള വളരാനായിട്ടുള്ള ഒരു സാഹചര്യങ്ങളും നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നില്ല. പക്ഷെ അതിന്റെ എല്ലാം മധ്യത്തില് ജോസഫ് അന്ത്യം വരെ
ഫലം കായ്ച്ചുകൊണ്ട് ദൈവത്തെ മഹത്വത്തിന് വേണ്ടി ഫലം കായ്ച്ചുകൊണ്ട് യോസഫ് ജീവിക്കുന്നു നമുക്ക് കാണുവാനായിട്ട് കഴിയും. യോസഫിന്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന സാഹചര്യത്തിലെല്ലാം ജോസഫിൽ കൂടി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് സ്നേഹം, സന്തോഷം, സമാധാനം, ഇന്ദ്രിയ ജയം, ദീർഘക്ഷമ, താഴ്മ, ഇങ്ങനെയെല്ലാം പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണ് നമ്മൾ ഓരോ സ്റ്റേജിലും നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ജീവിതത്തിലെ പിറുപിറുപ്പോ അങ്ങനെയുള്ള ദൈവത്തിനെതിരായിട്ടുള്ള കംപ്ലൈന്റോ ദൈവത്തിനെതിരായിട്ടുള്ള ക്വസ്റ്റ്യനോ അവിടെയൊന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. അവിടെയെല്ലാം മറിച്ച് ആയിരിക്കുന്ന സ്ഥലത്ത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് കാണുവാനായിട്ട്, അവന്റെ ജീവിതത്തിലെ താഴ്മ നമുക്ക് കാണുവാനായിട്ട്, നമ്മൾ സ്വന്തം സഹോദരന്മാരെ ക്ഷമിക്കുന്ന കാര്യങ്ങള്, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന കാര്യങ്ങള്, നന്ദികേട് കാണിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുവാനായിട്ടുള്ള ഒരു ഹൃദയം, ഇങ്ങനെ പല സാഹചര്യത്തിലും നമ്മൾ ജോസഫിന്റെ ജീവിതത്തിൽ കടന്നു പോകുമ്പോഴെല്ലാം നമുക്ക് കാണുന്ന ജോസഫ് ആയിരിക്കുന്ന സ്ഥലത്ത് ഫലപ്രദമായ ഒരു വൃക്ഷം പോലെ ജോസഫിന് ജീവിക്കുവാനായിട്ട് കഴിഞ്ഞു. അവിടെയെല്ലാം ജോസഫ് ഒറ്റയ്ക്കായിരുന്നില്ല. അവിടെയെല്ലാം നമ്മൾ അവിടെ വായിക്കുന്നു ദൈവത്തിന്റെ വചനത്തിലും ദൈവം ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവം യോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്കല്ല, പക്ഷെ കർത്താവ് ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് കർത്താവിന് വേണ്ടി നിൽക്കുവാനായിട്ട്, സ്ട്രോങ് ആയിട്ട് നിൽക്കുവാനായിട്ട് ദൈവം നമ്മുടെ കൂടെയുണ്ട്. സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഒരു ഫലകരമായ ഒരു വൃക്ഷമല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ മാത്രമല്ല, യഥാർത്ഥമായിട്ട് അതൊക്കെ ഈ നാച്ചുറൽ സയൻസ് അല്ലെങ്കിൽ പ്രകൃതിയിൽ നമുക്ക് കാണുവാനായിട്ട് ഇരിക്കുന്ന സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കുന്ന ഒരു വൃക്ഷത്തില് നമുക്കറിയാം, ഇപ്പൊ നാട്ടിൽ നല്ല മഴയാണ്, ഗൾഫിലൊക്കെ നല്ല ചൂടും ആണ്. പക്ഷെ എങ്കിൽ ഈ നാട്ടിലേക്ക് വന്നിരിക്കുമ്പോൾ ഇവിടെയുള്ള സാഹചര്യങ്ങളിൽ വളരുന്ന വൃക്ഷത്തില് ഈ ചക്കയും മാങ്ങയൊക്കെ ഈ ഒരു സീസണിലാണ് നമുക്കിതെല്ലാം കാണുവാനായിട്ട് കഴിയുന്നത്. സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കുമ്പോൾ ഒരു വിരിയുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന ഒരു ഫലമായിട്ടുള്ള ഒരു വൃക്ഷമല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ മാത്രമല്ല, പക്ഷെങ്കിൽ ദൈവം സാഹചര്യങ്ങളെല്ലാം വിപരീതമായിരിക്കുമ്പോഴും, എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വിപരീതമായിരിക്കുമ്പോഴും, നമ്മളെ മുമ്പിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മളെ ബുദ്ധിമുട്ടുകളും നമ്മൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ കടന്നു പോകുമ്പോഴും ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അവിടെയെല്ലാം ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമായിട്ട് നമ്മുടെ ജീവിതമായിരിക്കുവാനായിട്ടാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. യോസഫിന്റെ ജീവിതത്തിലും യോസഫ് ഈ കാര്യങ്ങളെല്ലാം കടന്നു പോകുമ്പോൾ ദൈവം അവിടെ യാക്കോബ് അവനെ കുറിച്ച് പറയുന്നത് ഫലകരമായ യോസഫ് ഫലകരമായ ഉത്തമമായ ഒരു വൃക്ഷത്തെ പോലെ ആയിരുന്നു. യഥാർത്ഥമായിട്ടും ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് God wants us to bear much fruits in every seasons of our life. എല്ലാ കാര്യങ്ങളും അനുകൂലകരമായിരിക്കുമ്പോൾ മാത്രമല്ല, നമ്മളെ ജീവിതത്തിലെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളുടെ മധ്യത്തില് ദൈവം നമ്മളാക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് കർത്താവിന് വേണ്ടി ഫലം കായ്ച്ച് യോസഫിനെ പോലെ ആ ഫലകരമായ ഒരു വൃക്ഷത്തെ പോലെ ആയിരിക്കുവാനായിട്ടാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം മാർക്കോസിന്റെ അവിടെ അധ്യായത്തിലെ മാർക്കോസ്, നമ്മളൊക്കെ ആ വാക്യം വായിക്കാം. മാർക്കോസിൽ ഇങ്ങനെ ഒരു വാക്യം നമ്മളെ യേശുക്രിസ്തു പറയുന്നത്, മാർക്കോസ് ചാപ്റ്റർ 11 13 വാക്യത്തിലെ യേശുക്രിസ്തു അത്തിയെ ശപിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് വായിക്കുവാനായിട്ട് അവിടെ കഴിയുന്നു. മാർക്കോസ് 11:13, അവൻ ഇലയുള്ളൊരു അത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടു, അതിൽ വല്ലതും കിട്ടുമോ എന്ന് വെച്ച് ചെന്നു. അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു. അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു. ഇതാണ് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചത്. എന്തിനാണ് പിന്നെ കർത്താവ് അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു, പിന്നെ എന്തിനാണ് കർത്താവ് പ്രതീക്ഷിച്ചത് അവിടെ ഫ്രൂട്ട്സ് ഉണ്ടാവണമെന്ന്? നമ്മൾ ഇംഗ്ലീഷിൽ ഇറ്റ് വാസ് നോട്ട് ഫോർ ദ സീസൺ ഫോർ ഫ്രീക്സ്, ഇറ്റ് വാസ് നോട്ട് സീസൺ ടു ബെയർ ദ ഫ്രൂട്ട്സ്. എന്നിട്ടും കർത്താവ് പ്രതീക്ഷിച്ചു അവിടുന്ന് ഫലം ഉണ്ടാകുവാനായിട്ട്. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മളെ ഏത് സീസണിൽ ദൈവം വെച്ചിരിക്കുന്നോ, ഏത് സീസണിലാണെങ്കിലും, ഇൻ എവറി സീസൺ ഓഫ് അവർ ലൈഫ്, ക്രിസ്ത്യൻ ലൈഫ്, അവിടെയെല്ലാം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കണം. നമ്മൾ പ്രകൃതിയിൽ നോക്കുമ്പോൾ വൃക്ഷങ്ങളെല്ലാം അതിൻ്റെതായ സീസണിൽ മാത്രമേ ഫലങ്ങൾ കായ്ക്കുകയുള്ളൂ. പക്ഷെങ്കിൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, നാം ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇൻ എവറി സീസൺസ് ഓഫ് അവർ ക്രിസ്ത്യൻ ലൈഫ്, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ എല്ലാ സീസണിലും നമ്മൾ ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുവാനായിട്ട്. നോട്ട് when the things are going smoothly,
Not when the things are, everything is okay. No. But in the midst of our trials and problems and difficulties, God expects the fruits from our life. അവിടെയെല്ലാം നമ്മൾ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തെ, ഓഫീസിലോ അല്ലെങ്കിൽ കോളേജിലാണെങ്കിലോ ഭവനത്തിലാണെങ്കിലോ, നമ്മുടെ അവിടെയെല്ലാം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് യോസഫിനെ പോലെ ഫലകരമായ ഒരു വൃക്ഷമായിട്ട് നമ്മളായിരിക്കുവാനായിട്ട്. നമുക്കറിയാം, ഞാൻ ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ അവിടെയെല്ലാം ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ല. 47 ഒക്കെയാണ് ഇപ്പോൾ, 47 ഡിഗ്രി. പക്ഷെ നമ്മൾ അവിടെ എല്ലാം ഞാൻ ഇങ്ങനെ ചിന്തിപ്പിച്ച ഒരു കാര്യമായിരുന്നു, അവിടെ എല്ലാം നമുക്ക് ഒരു വൃക്ഷത്തെ കാണുവാനായിട്ട് കഴിയും, ഈന്തപ്പന. ഇപ്പൊ നമ്മള് ഗൾഫിലെ ഈ ഒരു സമയത്താണ് അത് ഏറ്റവും ഫ്ലറിഷായിട്ട്, ഏറ്റവും ഒത്തിരി ആയിട്ട് ഈന്തപ്പഴങ്ങള് വിരിയുന്നൊരു സമയമാണ്. നമുക്കറിയാം, മരുഭൂമിയുടെ കൊടും ചൂടില്, അല്ലെ മരുഭൂമിയുടെ ആ ഒരു അവസ്ഥയില് ഈ ഈന്തപ്പനയ്ക്ക് ഇത്രയും ഫലമായിട്ട്, ഇത്രയും ഫലങ്ങള്, ഇടതൂർന്ന ഫലങ്ങള് നമുക്ക് ആ വൃക്ഷത്തെ നോക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. യഥാർത്ഥമായിട്ടും നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് പോലെ നീതിമാൻ പന പോലെ തഴയ്ക്കും. നീതിമാൻ എപ്പോഴാണ് പന പോലെ തഴയ്ക്കുന്നത്? ഞാൻ ഈ വാക്യത്തിൽ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ദൈവമേ, നമ്മളെ ജീവിതത്തിലും ഇതുപോലെ ചൂടിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം വിപരീതമായ ഒരു അവസ്ഥയിലാണെങ്കിലും, നമ്മളെ ജീവിതത്തിലെ പലവിധമായ നമ്മളെ ബുദ്ധിമുട്ടിൽ പ്രയാസങ്ങളും ചൂടിൻ്റെതായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും അവിടെയെല്ലാം ഈന്തപ്പനയ്ക്ക് ആ ഫ്രൂട്ട്, നല്ല മധുരമുള്ള ആ ഈന്തപ്പഴം, ഇടതൂർന്ന ഈന്തപ്പഴം പുറപ്പെടുവിക്കുവാൻ കഴിയുന്നെങ്കില് ദൈവം നമ്മളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കുമ്പോഴല്ല, അവിടെയെല്ലാം നമ്മൾക്ക് വിപരീതമായ സാഹചര്യത്തിലാണെങ്കിലും കർത്താവിന്റെ വേണ്ടി ഫലകരമായി ജീവിക്കുവാനായിട്ട്, കർത്താവിന്റെ സാക്ഷിയായിട്ട് നിൽക്കുവാനായിട്ട്, കർത്താവിന്റെ ട്രൂ ഡിസൈപ്പിളായിട്ട്, യഥാർത്ഥ ശിഷ്യനായിട്ട് നിൽക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? യഥാർത്ഥമായിട്ടും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കർത്താവിന് വേണ്ടി നമുക്ക് ഫലകരമായിട്ട് ജീവിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ഒരു വാക്യം കൂടി വായിക്കാം. യോഹന്നാൻ 15:16 വാക്യം. ജോൺ ചാപ്റ്റർ 15 വേഴ്സ് 16. നമ്മളവിടെ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. യു ഡിഡ് നോട്ട് ചോസ് മീ, ബട്ട് ഐ ചോസ് യു ആൻഡ് appointed you that you would go and bear fruit, and that your fruit would remain, so that whatever you ask for the Father in my name, he may be given to you. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത്, God has chosen you. ദൈവമാണ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്, ദൈവമാണ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. God has appointed each and every one of us. ദൈവം നമ്മളെ, അല്ലെങ്കിൽ ദൈവം നിങ്ങളെ എവിടെയാണ്, ഭവനത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ കോളേജിലാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓഫീസിലാണെങ്കിൽ, ദൈവമാണ് വെച്ചിരിക്കുന്നത്. ദൈവം നിങ്ങളെ അവിടെ ആക്കി വെച്ചിരിക്കുന്നു. ദൈവമാണ് അപ്പോയിന്റഡ്. ഗോഡ് ഹാസ് അപ്പോയിന്റഡ് യു ഓവർ ദർ. എന്തിനു വേണ്ടി? കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുവാനായിട്ട്, ആ ഫലം നിലനിൽക്കുവാനായിട്ടാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എവിടെയായിരുന്നാലും, നമ്മളെ ഭവനത്തിലാണെങ്കിലും കർത്താവിന് ഫലം കായ്ക്കണം. നമ്മളെ ഓഫീസിലാണെങ്കിലും നമ്മളെ കോളേജിലാണെങ്കിലും കർത്താവിന്റെ സാക്ഷിയായിട്ട് നമ്മൾ ഫലം കായ്ക്കുവാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. യഥാർത്ഥമായിട്ടും നമ്മൾ ഫലം ആണ് യഥാർത്ഥമായിട്ടും നമ്മളുടെ വ്യക്തിത്വം മനസ്സിലാക്കുന്നത് ക്രിസ്തീയ ജീവിതത്തില് ഇറ്റ് ഈസ് ദ ഫ്രൂട്ട് ദാറ്റ് റിവീൽസ് ഹൂ യു ആർ. നമ്മളെ ഉള്ളിലുള്ള നമ്മളെ വരുന്ന ഫലങ്ങളാണ് നമ്മളെ ഒരു യഥാർത്ഥ ശിഷ്യനെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. യഥാർത്ഥമായിട്ടും അതാണ് നമ്മളെ ജീവിതത്തിൽ നിന്ന് പുറത്തു വരുന്ന ആ ഫലങ്ങളാണ് നമ്മളെ ബൈബിളിൽ വായിക്കുന്ന മാത്യു ചാപ്റ്റർ 7 നമ്മൾ വായിക്കുന്നത്, വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാം. അപ്പൊ മറ്റുള്ളവരെ തിരിച്ചറിയുന്നത് നമ്മളെ ജീവിതത്തിൽ നിന്ന് വരുന്ന ഫലങ്ങൾ കൊണ്ടുമാണ്. നമ്മളെ മറ്റുള്ള പ്രതികൂല സാഹചര്യത്തിലും മറ്റുള്ള അവിശ്വാസികളുടെ മുമ്പിലോ അല്ലെങ്കിൽ നമ്മളെ ദൈവത്തിൽ വിശ്വസിക്കാത്തവരെ മുമ്പിലൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഫലമാണ് മറ്റുള്ളവരെ കാണുന്നത്. അവിടെയാണ് കർത്താവ് പറഞ്ഞതുപോലെ, നിങ്ങളെ ഫലം കായ്ക്കുന്നത് കൊണ്ട് നിങ്ങള് എന്റെ ശിഷ്യന്മാരാകും. അങ്ങനെ നമ്മൾ ഫലം കായ്ക്കുമ്പോഴാണ് നമ്മളെ പിതാവ് മഹത്വപ്പെടുന്നത്. അപ്പൊ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുവാനായിട്ടും, അവിടെയാണ് നമ്മൾ കർത്താവിന്റെ ട്രൂ ഡിസൈപ്പിളായിട്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയുന്നത്. യഥാർത്ഥമായിട്ടും അതിനുവേണ്ടി ഞാനും ആഗ്രഹിക്കുന്നു. നമ്മൾ ഓരോരുത്തരെയും കർത്താവ് അതിനു വേണ്ടി ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്കറിയാം, ഞാനൊരു ഹിന്ദു നായർ ബാക്ക്ഗ്രൗണ്ട് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന ഒരാളാണ്. എൻ്റെ വീട്ടിലാണെങ്കിൽ ആരും വിശ്വാസത്തിലില്ല.
ഞാൻ കോളേജ് ലൈഫൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ കോളേജിൽ വെച്ചാണ് ഞാൻ യേശുവിനെ കാണുവാനായിട്ടും എൻ്റെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുവാനായിട്ട് ദൈവം ആ ഒരു സാഹചര്യം ഒരുക്കിയത്. പക്ഷെ അവിടെയെല്ലാം എനിക്ക് ഇന്നും പറയുവാനായിട്ട് കഴിയും. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിലെ ഒരു സഹോദരൻ, പുള്ളി വിശ്വാസിയായിരുന്നു. ആ പുള്ളിയുടെ ലൈഫാണ് എന്നെ കൂടുതലായിട്ട് പുള്ളിയിലേക്ക് അട്രാക്ട് ചെയ്തത്. പുള്ളിയുടെ ജീവിതം എന്നെ ജീവിതത്തിൽ ഒത്തിരി ചലഞ്ച് ചെയ്തു. അങ്ങനെ ഒരു ദിവസം പുള്ളി ബൈബിളുമായിട്ട് പുള്ളി പള്ളിയിൽ ചർച്ചിൽ പോകുന്ന സമയത്ത് ഞാൻ പുള്ളിയോട് ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് പോകുന്നത്? എനിക്കും വരണം. യഥാർത്ഥമായിട്ടും ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ആ പുള്ളിയുടെ ലൈഫാണ് എന്നെ അങ്ങോട്ട് അട്രാക്ട് ചെയ്തത്. നമ്മളെ ജീവിതത്തിലും, നമ്മൾ കോളേജിലാണെങ്കിലും നമ്മൾ ഓഫീസിലാണെങ്കിലും നമ്മളെ ലൈഫ്, നമ്മളെ വരുന്ന ഫലങ്ങൾ എന്താണ്, നമ്മളെ ജീവിതത്തിൽ നിന്ന് വരുന്ന ഫലങ്ങൾ, നമ്മളെ ജീവിതം, അവരെയാണ് മറ്റുള്ളവരെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുവാനായിട്ടും കർത്താവിനെ വേണ്ടി നിൽക്കുവാനായിട്ടും കഴിയുന്നത്. അങ്ങനെയാണ് ഞാൻ കർത്താവിനെ അറിയുവാനായിട്ട് ഇടയായത്. യഥാർത്ഥമായിട്ടും ഞാൻ മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, നമ്മളെ വീട്ടിലുള്ള സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണെങ്കിൽ നമുക്ക് കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുവാനായിട്ടോ അല്ലെങ്കിൽ അതിനൊന്നും വലിയ പ്രയാസങ്ങൾ നമ്മളെ നേരിടുന്നില്ല. പക്ഷെ എന്നെ പോലെ വീട്ടിൽ വിശ്വാസത്തിൽ ഒറ്റയ്ക്ക് വരുമ്പോൾ പലവിധമായ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടിലും നമ്മൾക്ക് പോകേണ്ടി വരും. പക്ഷെ അവിടെയെല്ലാം കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, കർത്താവ് യോസഫിനെ പോലെ ഫലകരമായിട്ടുള്ള ഒരു വൃക്ഷമായിട്ട് നമുക്ക് കാണുവാൻ, മറ്റുള്ളവരെ നമ്മളെ എതിർക്കുമ്പോഴും മറ്റുള്ളവരെ നിന്ദിക്കുമ്പോഴും മറ്റുള്ളവരെ നമ്മളെ ദുഷിക്കുമ്പോഴും എതിർപ്പുകളും പ്രയാസങ്ങളും നമുക്ക് അവിടെ കടന്നു പോകുമ്പോഴെല്ലാം കർത്താവ് യോസഫിനെ പോലെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം. പക്ഷെ യോസഫ് ഒറ്റയ്ക്കായിരുന്നല്ല. ഞാൻ പറഞ്ഞതുപോലെ ദൈവം നമ്മളുടെ കൂടെ ഉണ്ട്. യോസഫിന്റെ കൂടെ ദൈവമുണ്ട്. അതാണ് യോസഫിന്റെ ബലം. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യത്തിലെല്ലാം നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളുടെ കൂടെ ദൈവമുണ്ട്. അവിടെയെല്ലാം നമ്മൾ നിൽക്കുവാനായിട്ട് ദൈവം നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം ദൈവം നമുക്ക് വേണം. യഥാർത്ഥമായിട്ടും ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മൾ അടുത്ത കോളേജിലോട്ട് പോകുമ്പോൾ കോളേജിലും പലവിധമായ ടെംപ്ടേഷനും പ്രലോഭനങ്ങളെല്ലാം നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതാണ്. നമ്മളെല്ലാം ഓരോരുത്തരും ഫേസ് ചെയ്യുന്നതാണ്. പക്ഷെ അവിടെയെല്ലാം യോസഫിന് ഇതുപോലെയുള്ള പല ടെംപ്ടേഷൻസും യോസഫ് ഓവർകം ചെയ്തിയാണ്. അവിടെയെല്ലാം യോസഫിനെ പോലെ നമ്മളെ സ്ട്രോങ് ആയിട്ട് കർത്താവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ യോസഫിനെ പോലെ കർത്താവിന് വേണ്ടി സ്ട്രോങ് ആയിട്ട് നിൽക്കുവാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഞാൻ വീട്ടിലെ പിള്ളേരോട് എപ്പോഴും പറയും, നിങ്ങൾ ഗൾഫിൽ ഇവിടെ ആയിരിക്കുമ്പോൾ അല്ലെ വീട്ടിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രയാസമുള്ള അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണ്. വീട്ടിലും നല്ല സാഹചര്യം, ആത്മീയമായിട്ടുള്ള ചർച്ചിൽ പോകുന്നുണ്ട്, കാര്യങ്ങളിലൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷേങ്കിൽ സ്കൂൾ ലൈഫ് കഴിഞ്ഞ് നിങ്ങൾ പുറത്ത് പോകുമ്പോൾ കോളേജിലാണെങ്കിലും പലവിധമായ ചലഞ്ചസ്, വെല്ലുവിളികൾ നിങ്ങൾ നേരിടേണ്ടി വരും. പലവിധമായ, നിങ്ങൾ ഒറ്റയ്ക്കാണ് അവിടെയൊക്കെ. പക്ഷെ അവിടെയെല്ലാം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് കർത്താവിന് വേണ്ടി നമ്മൾ നിൽക്കുവാനായിട്ട്, നമ്മൾ ആ ദൈവമാക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് കർത്താവിന് വേണ്ടി ഫ്രൂട്ട്ഫുള്ളായിട്ട് ഫലകരമായ ഒരു വൃക്ഷത്തെ പോലെ ദൈവം നമ്മളെ ആക്കുവാനായിട്ടാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നമ്മളെ ജോലിസ്ഥാനത്തൊക്കെ ദൈവം അവിടെയും കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു ഫ്രൂട്ട്ഫുൾ ലൈഫായിട്ട് നമ്മൾ അവിടെ ആയിരിക്കണം. അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, നമുക്കറിയാം, നമ്മൾ പലരും ഫേസ് ചെയ്യുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് യൂസ് കാര്യങ്ങളൊന്നും ഈസി ആയിട്ട് പോകത്തില്ല. ചിലപ്പോൾ നമ്മളെ കൊളീഗ്സ്, ചിലപ്പോൾ നമ്മളെ ബോസ്. ദൈവത്തിന്റെ വചനം പറയുന്ന ഇവൻ മൂർഖന്മാർക്ക് വേണ്ടി അവരോടും നമുക്ക് ഇരിക്കുവാനായിട്ടാണ് കർത്താവ് നമ്മളെ കുറിച്ച് പറയുന്നത്. അവിടെയെല്ലാം കർത്താവ് നമ്മളെ മറ്റുള്ളവരെല്ലാം നമ്മൾ നോക്കുന്നത് നമ്മുടെ ഉള്ളിൽ വരുന്ന ഫലങ്ങളാണ്. നമ്മളുടെ സ്വഭാവം എങ്ങനെയായിരിക്കും, നമ്മുടെ ലൈഫ് എങ്ങനെയായിരിക്കുന്നു, അതിൻ്റെ എല്ലാം മധ്യത്തില് മറ്റു പല കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ അവിടെ എല്ലാം കർത്താവിന് വേണ്ടി ഫലകരമായ ഒരു വൃക്ഷമായിട്ട് നിൽക്കുവാനായിട്ടാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. യഥാർത്ഥമായിട്ട് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. എനിക്കും ഈ കോളേജ് കഴിഞ്ഞ ശേഷം ഞാൻ ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ബോംബെയിലേക്ക് പോയി. ബോംബെയിൽ ഞാൻ മാസങ്ങളോളം ബോംബെയിൽ ജോലി ഇല്ലാതെ ഞാൻ അവിടെ ഒരു ചർച്ചിലെ ഒരു ബ്രദർ ആണ് അവിടെ താമസിക്കുന്നത്. ഞാൻ മാസങ്ങളോളം ഞാനിങ്ങനെ ഒരു ജോലിക്ക് വേണ്ടി ഞാൻ അന്വേഷിക്കുകയായിരുന്നു, പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ വിശ്വാസത്തിന്റെ ആദ്യത്തെ അവസ്ഥയിലായിരുന്നു അതൊക്കെ. പക്ഷെ എങ്ങനെ അവിടെ ചർച്ചിലെ ഒരു ബ്രദർ ത്രൂ എനിക്ക് അവിടെ ഒരു കമ്പനിയിൽ ജോലി ശരിയാക്കി തന്നു. ഞാൻ അവിടെ കമ്പനിയിൽ ജോലി ചെയ്തു. അതും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം കമ്പനിയുടെ മാനേജറും ബിലീവറാണ്, ആ മാനേജറിന്റെ സെക്രട്ടറിയും ബിലീവറാണ്. അപ്പം നല്ലൊരു അന്തരീക്ഷമായിരുന്നു അവിടെ.
പക്ഷെ അതിനുശേഷം കുറച്ച് കഴിഞ്ഞ ശേഷം അവിടെ ഒരു പ്രത്യേക സാഹചര്യത്തില് ഈ കമ്പനിയുടെ സെക്രട്ടറി എന്നോട് പറഞ്ഞു, ഈ ഒരു കള്ളം പറയുന്നതായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ബോസ് പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ പറയണമെന്ന്. അപ്പൊ എൻ്റെ അന്നത്തെ ആ ഒരു മനസാക്ഷി എനിക്ക് അതിന് സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് ബുദ്ധിമുട്ടാണ്, എൻ്റെ ഒരു മനസാക്ഷി വെച്ച് എനിക്ക് അവിടെ കോംപ്രമൈസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല, എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം എനിക്കറിയാം, ഞാൻ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഞാൻ ഈ കള്ളം പറയുന്നതൊക്കെ ഞാൻ ആദ്യം വിശ്വാസത്തിൽ വരുന്നതിന് മുന്നേ ഞാൻ ഒത്തിരി കള്ളം പറയുന്നവരായിരുന്നു. പക്ഷെ വിശ്വാസത്തിൽ വന്നതിന് ശേഷം എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ ദൈവം കാണിച്ചിരിക്കുന്നത് കള്ളം വലിയൊരു പാപമാണ്. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ വളരെ സീരിയസ് ആയിട്ട് എടുത്തു. ഞാൻ കള്ളം പറയുന്നില്ല, പറയുവാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ ഓഫീസിൽ പോയി. അപ്പൊ തന്നെ കമ്പനി സെക്രട്ടറി അവരോട് പറഞ്ഞു, ദിസ് ഈസ് യുവർ ലാസ്റ്റ് ഡേ, ഇത് നിന്റെ അവസാന ടെർമിനേഷൻ ആണ്, നാളെ തൊട്ട് ബോസ് പറഞ്ഞു ഓഫീസിൽ വരണ്ട എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആണായിരുന്നു. ഞാൻ ഒത്തിരി മാസങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രതീക്ഷയുണ്ടായിരുന്നു, ഒത്തിരി പ്രതീക്ഷിച്ച് എനിക്കൊരു ജോലി കിട്ടിയതാണ്. ഇത്രയും പ്രത്യേകിച്ച് ഒരു വിശ്വാസി, ഒരു കമ്പനിയിലെ ഒരു വിശ്വാസിയിൽ നിന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ വളരെ ഭയങ്കര ഒരു വിഷമവും നിരാശയും എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പിന്നെയും പിശാച് എന്നോട് ഇങ്ങനെ ഇടപെട്ട് എന്നോട് മനസ്സിലേക്ക് ഇങ്ങനെ കുത്തി ഓരോ കുത്തുകള്. നിനക്കൊരു ചെറിയൊരു കള്ളം പറയുന്നതിന് എന്തിനാണ് എത്ര പ്രയാസം? നിന്റെ ഈ ഒരു നല്ലൊരു ജോലി വെറുതെ എന്തിനാണ് നീ നഷ്ടപ്പെടുത്തിയത്? ചെറിയൊരു കോംപ്രമൈസ്, ചെറുങ്ങനെ ഒന്ന് താണു കൊടുത്താൽ പോരായിരുന്നു? ചെറിയൊരു കള്ളമല്ലേ, എന്തിനു വേണ്ടി നീ അതിനെ ഇതാക്കിയത്? നിന്റെ ജീവിതം നശിപ്പിക്കുന്നത് എത്ര വലിയ കാര്യങ്ങളാണ്. അങ്ങനെ പല വിധമായ പിശാചിന്റെ ചിന്തകൾ എൻ്റെ ഉള്ളിൽ വന്നു. പക്ഷെ എനിക്ക് കർത്താവ് പറഞ്ഞു, എനിക്ക് വലിയൊരു വാക്യമായിരുന്നു അവിടെ എല്ലാം, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു എൻ്റെ ഉത്സാഹമായിരുന്നു. എൻ്റെ കർത്താവിന് വേണ്ടി നമ്മൾ എവിടെയായിരുന്നാലും ദൈവത്തിന് വേണ്ടി നമ്മൾ കോംപ്രമൈസ് ചെയ്യാതെ ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ ദൈവം നമ്മളെ മുമ്പോട്ടുള്ള ഫ്യൂച്ചർ ദൈവമാണ് മുമ്പോട്ട് നോക്കുന്നത്. നമ്മൾ അറിഞ്ഞ സത്യത്തില് നമ്മൾ സ്റ്റാൻഡ് എടുത്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കുവാനായിട്ട്, പ്രത്യേകിച്ച് നമ്മളെ യൂസിൽ നിങ്ങൾ പോകുന്ന സാഹചര്യത്തിലെല്ലാം ദൈവത്തിന് വേണ്ടി നിൽക്കുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. യഥാർത്ഥമായിട്ടും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെയും താഴ്ത്തി സമർപ്പിക്കാം. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, എൻ്റെ വിവാഹ സമയത്തൊക്കെ പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനെ ഹിന്ദു നായർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒറ്റയ്ക്ക് വരുമ്പോൾ വീട്ടിലെ സാഹചര്യങ്ങളെല്ലാം വളരെ ബുദ്ധിമുട്ടും പ്രയാസമാണ്. ആരും ഇതിനെ സഹകരിച്ചില്ല, എല്ലാവരും എതിർപ്പും കാര്യങ്ങളാണ്. എന്നെക്കാട്ട് കൂടുതൽ എതിർപ്പ് എൻ്റെ വൈഫ് ബിന്ദുവാണ്. അവിടെ കാര്യങ്ങളെല്ലാം പ്രതികൂലമായിരുന്നു. എനിക്കറിയാം, ഞങ്ങളെ കല്യാണത്തിന്റെ വിവാഹത്തിന്റെ തലേദിവസം അർദ്ധരാത്രി 12-1 മണി വരെ ഞങ്ങളെ റിലേറ്റീവ്സ് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ടും മെന്റലി ടോർച്ചറിങ് ആയിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നത്. പക്ഷെ എങ്കിൽ അവിടെ എല്ലാം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. കർത്താവ് ദൈവത്തിന്റെ വലിയൊരു കൃപയാണ്. ദൈവത്തിന്റെ മക്കളുടെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് അവിടെ എല്ലാം സ്ട്രോങ് ആയിട്ട് നിൽക്കുവാനായിട്ട് കർത്താവ് സഹായിച്ചു. പലവിധമായ കോംപ്രമൈസ് മുമ്പോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാം വിവാഹം ഇങ്ങനെ വെച്ച് എന്താണ് പ്രശ്നം, അവിടെ വെച്ച് നടത്തിയാൽ എങ്ങനെയാണ് പ്രശ്നം, പക്ഷെ അവിടെ എല്ലാം ദൈവം നമുക്ക് അവിടെ എല്ലാം കോംപ്രമൈസ് ചെയ്യാതെ നിൽക്കുവാനായിട്ട് കർത്താവ് ഞങ്ങളെ സഹായിച്ചു. 2005 ഞാൻ ഇവിടെ പുൾപിറ്റിൽ നിൽക്കുമ്പോൾ ആ ഒരു ഓർമ്മകളാണ് എൻ്റെ ജീവിതത്തിൽ വരുന്നത്. ഇവിടെ ഈ പ്രതികൂല സാഹചര്യത്തിലെല്ലാം പോകേണ്ടി വന്നപ്പോഴും ദൈവസഭ, ദൈവമക്കളുടെ പ്രാർത്ഥന ഞങ്ങളെ നിർത്തുവാക്കാനായിട്ട് ദൈവം സഹായിച്ചു. യഥാർത്ഥമായിട്ടും കർത്താവിന് വേണ്ടി നിൽക്കുവാനായിട്ട് ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. യഥാർത്ഥമായിട്ടും നമ്മളെ ജീവിതത്തിലെ പരീക്ഷകളും അല്ലെങ്കിൽ നമ്മളെ പ്രതികൂലങ്ങളും നമ്മളെ എതിർപ്പുകളും ഭീഷണികളും നമുക്കെതിരായിട്ട് വരുമ്പോഴും ദൈവം എന്നെ ബലപ്പെടുത്തിയരുത്. യോസഫിനെ പോലെ വെല്ലുവിളികൾ അനേകം വന്നിട്ടുണ്ടായിരുന്നു. ജോസഫ്, നമ്മളവിടെ വായിക്കുന്ന 23-ാമത്തെ വാക്യങ്ങളിലെ നമ്മൾ ജെനസിസ് 49 നമ്മളെ വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവർ എയ്തു, പലവിധമായ അമ്പുകൾ ദുഷ്ടന്റെ തീയമ്പുകൾ അവനെ എയ്തു. നമ്മളവിടെ വായിക്കുന്നു, പലവിധ അമ്പുകൾ അവനെ എയ്തു, അവനോട് പൊരുതി, പക്ഷെങ്കില് അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. ദൈവം അവന്റെ വില്ല് ഉറപ്പിക്കുമാറാക്കി. നമ്മളെ ക്രിസ്തീയ ജീവിതത്തിലും ഈ ഒരു ഉറപ്പ് നമുക്ക് വേണം. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും. നമ്മളവിടെ വായിക്കുന്ന യോസഫിന്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന സാഹചര്യത്തില് യാക്കോബ് പറയുകയാണ്, വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവർ എയ്തു, അവനോട് പൊരുതി, അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവന്റെ വില്ല് ഉറപ്പിച്ചു? അവന്റെ വില്ല് പൊട്ടാൻ ദൈവം സമ്മതിച്ചില്ല. ആരാണ് അവന്റെ വില്ല് ഉറപ്പിച്ചത്? ദൈവം. അവന്റെ വല്ലഭനായ ദൈവം, യാക്കോബിന്റെ ദൈവം അവന്റെ വില്ല് ഉറപ്പിച്ചു ആ സ്ഥലത്ത് നിൽക്കുവാനായിട്ട്, ദൈവത്തിന് വേണ്ടി സ്ട്രോങ് ആയിട്ട് നിൽക്കുവാനായിട്ട്
ആ യോസഫിന് കഴിഞ്ഞു. യഥാർത്ഥമായിട്ടും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തിന് വേണ്ടി നമ്മൾ അറിഞ്ഞ സത്യത്തിലെ ദൈവത്തിന് വേണ്ടി ഉറപ്പോടെ നിൽക്കുവാനായിട്ട്. നമ്മളെ സാഹചര്യങ്ങളിൽ നമ്മൾ പലതുമായിരിക്കും, പക്ഷെ അവിടെയെല്ലാം കർത്താവിന് വേണ്ടി നമ്മൾ അറിഞ്ഞ സത്യത്തിൽ കോംപ്രമൈസ് ചെയ്യാതെ നിൽക്കുവാനായിട്ട് ദൈവം നമ്മളെ കൂടെയുണ്ട്. എന്നെ ഒരു വാക്യം കൂടി ഞാൻ വാക്യാണ്. ഇയ്യോബിന്റെ പുസ്തകത്തില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ഇയ്യോബും നമുക്കറിയാം, ഇയ്യോബ് പലവിധമായ ബുദ്ധിമുട്ടിലും പ്രയാസങ്ങളിലും കൂടി കടന്നു പോയിരുന്ന ഒരു വ്യക്തിയാണ് ഇയ്യോബ്. നമുക്കറിയാം, ഇയ്യോബിന്റെ ആദ്യത്തെ 1-2 അധ്യായത്തിലേക്ക് ഇയ്യോബ് എല്ലാം നഷ്ടപ്പെട്ടു. ഇയ്യോബിന്റെ മക്കളെല്ലാം നഷ്ടപ്പെട്ടു, തന്റെ സ്വത്തുക്കളെല്ലാം പോയി. അവസാനം സ്വന്തം ഭാര്യയും ഇയ്യോബിനെതിരെ പിറുപിറുത്തു. ഇയ്യോബിനെതിരെ പിറുപിറുക്കുന്നു. ഇതിന്റെ എല്ലാം മധ്യത്തില് ഇയ്യോബ് നമുക്ക് അവിടെ കാണാം. ഇയ്യോബ് അവിടെ നമ്മൾ വായിക്കുന്ന ഇയ്യോബ് പാപം ചെയ്തില്ല. യഥാർത്ഥമായിട്ടും അവിടെ എല്ലാം മുമ്പോട്ട് പോകുമ്പോഴെല്ലാം നമുക്കറിയാം ഇയ്യോബിന്റെ ദേഹ സകലം മുഴുവനും പരുക്കള്. അങ്ങനെ വളരെ എല്ലാം നഷ്ടപ്പെട്ടു, മക്കളും പോയി, ഭാര്യയുമെതിരെ ദേഹമകലം മുഴുവനും പരിക്കളായിട്ട് ഇയ്യോബ് ഇരിക്കുമ്പോൾ തന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെ മധ്യത്തില് ഇയ്യോബിന് ഒരു കാര്യം ഇയ്യോബിന് പറയാനായിട്ടുണ്ടായിരുന്നു. ജോബ് 19, ഇയ്യോബ് ചാപ്റ്റർ 19 വേഴ്സ് 25, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. യഥാർത്ഥ ദൈവമക്കളെ, നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളെ വിലപ്പെടുത്തുന്നത്, നമ്മളെ ശക്തീകരിക്കുന്ന ഒരു കാര്യം നമ്മളെ ക്രിസ്തീയ ജീവിതത്തിലാണ്. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. യെസ്, നമ്മളെ കർത്താവ് ജീവിക്കുന്നു. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. ദൈവത്തിന്റെ സർവാധികാരത്തിന്റെ ആ നിയന്ത്രണത്തിലാണ് എന്റെ ജീവിതം ഉള്ളത്. നമ്മൾ ഇന്ന് പാട്ടിയതുപോലെ, ബിക്കോസ് ഹി ലിവ്സ് ഐ ക്യാൻ ഫേസ് ടുമാറോ. അവൻ ജീവിക്കുന്നു. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നത് കൊണ്ട് എനിക്കും ജീവിക്കാം. കർത്താവ് പറഞ്ഞു, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 19 നമ്മൾ വായിക്കുന്നു, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കുന്നു. യഥാർത്ഥമായിട്ടും നമ്മളെ കർത്താവ്, ബിക്കോസ് ഹി ലിവ്സ് ഐ ക്യാൻ ഫേസ് ടുമാറോ. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്ന ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കൈകളിൽ നിന്നോർത്താൽ എത്ര ധന്യമീ ക്രിസ്തീയ ജീവിതം. യഥാർത്ഥമായിട്ടും ഡിയർ യൂസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ദൈവം ജീവിക്കുന്നു. ഇയ്യോബ് പറഞ്ഞു, മൈ റിഡീമർ ലീവ്സ്, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. അതുകൊണ്ട് ആ ഇയ്യോബ്, നമുക്കറിയാം മുമ്പോട്ടുള്ള എല്ലാ കാര്യങ്ങളും. യഥാർത്ഥമായിട്ടും നമ്മൾ ക്രിസ്തീയ ജീവിതത്തില് എന്റെ കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് നാളെ എന്ന ഭീതി നമുക്ക് ഇല്ല. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. യോസഫിന്റെ ജീവിതത്തിലും ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ സാഹചര്യത്തിലും അത്യുന്നതനായ ദൈവത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു യോസഫിന്റെ ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് കാണുവാനായിട്ട്. ദൈവമാണ് മുഴുവനും അവന്റെ ജീവിതത്തെ ദൈവം നിയന്ത്രിച്ചത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മുമ്പോട്ട് നിങ്ങളുടെ ഭാവിയെല്ലാം ആരുടെ കയ്യിലാണ്? കർത്താവിന്റെ കയ്യിലാണ്. ആരാണ് നിയന്ത്രിക്കുന്നത്? നിങ്ങളല്ല നിയന്ത്രിക്കുന്നത്, ദൈവമാണ് നിയന്ത്രിക്കുന്നത്. നിങ്ങൾ എവിടെ പോകണം, എവിടെ പഠിക്കണം എന്ന് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. യഥാർത്ഥമായിട്ടും അവിടെയെല്ലാം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവമാണ് എല്ലാ കാര്യങ്ങളും. അവിടെയെല്ലാം ദൈവം നമ്മളവിടെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് കർത്താവിന് വേണ്ടി ഫലമായി ജീവിക്കുവാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. യഥാർത്ഥമായിട്ടും അതിനുവേണ്ടി നമുക്ക് കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് നമ്മളെ യഥാർത്ഥ സമർപ്പിക്കാം. ദൈവത്തിന് വേണ്ടി നിങ്ങളെ കുറിച്ചുള്ള, നമ്മൾ ഓരോരുത്തരെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാന് നമ്മുടെ ജീവിതത്തിൽ ഫുൾഫിൽ ചെയ്യാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ ഒരു വാക്യം കൂടി വായിക്കാം. റെവലേഷൻസ് ചാപ്റ്റർ 3. റെവലേഷൻസ്, വെളിപ്പാട് പുസ്തകം 3:8. I know your deeds, behold, I have put before you an open door which no one can shut, because you have a little power and have kept my word and have not denied my name. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും നമ്മൾ അവിടെ വായിക്കുന്ന ഇംഗ്ലീഷില്, വെൻ ദ ടൈംസ് ആർ റഫ് യു ഡിഡ്ന്റ് ഡിനൈ മീ. വെൻ ദ ടൈംസ് ആർ റഫ്, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ റഫായിട്ടുള്ള പല പ്രതികൂല സാഹചര്യത്തിലും നമ്മൾ കടന്നു പോകുമ്പോഴെല്ലാം ദൈവം നമ്മൾ വായിക്കുന്നു, നീ എന്റെ വചനം കാത്തു. കർത്താവിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ, കർത്താവിന് വേണ്ടി നമ്മൾ സ്ട്രോങ് ആയിട്ട് കോംപ്രമൈസ് ചെയ്യാതെ നിൽക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഒരു വഴി തുറന്നു വെച്ചിരിക്കുകയാണ്. അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു. നമ്മളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ വചനം. വെൻ ദ ടൈംസ് ആർ റഫ്, നമ്മളെ ജീവിതത്തിലെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളിൽ കടന്നു പോകുമ്പോൾ, ദൈവത്തിന് വേണ്ടി നിൽക്കുവാനായിട്ടുള്ള പ്രയാസങ്ങൾ നമ്മൾക്ക് വരുമ്പോൾ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട്
when the times are rough, you didn't deny my name. യഥാർത്ഥമായിട്ടും കർത്താവിന്റെ അനുസരണത്തോടെ ദൈവത്തിന്റെ വചനം നമുക്ക് അനുസരിക്കുവാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ജെറമ്യ ചാപ്റ്ററിലെ ഒരു വാക്യം കൂടി വായിക്കുന്നു. ജെറമ്യ ചാപ്റ്റർ 17. യിരെമ്യാവ് 17 യഥാർത്ഥമായിട്ടും നമുക്ക് ഫലം കായ്ക്കുവാനായിട്ട് ദൈവം നമ്മൾ വെച്ചിരിക്കുന്നത് നമുക്ക് ഏറ്റവും ഭാഗ്യപ്പെട്ട ക്രിസ്തീയ ജീവിതത്തിലെ ഭാഗ്യപ്പെട്ട ഒരവസ്ഥ. യിരെമ്യാവിന്റെ 17 വാക്യത്തിൽ 17-ന്റെ 7-ഉം 8-ഉം നമ്മൾ വായിക്കുന്നു. യഹോവയിൽ ആശ്രയിക്കും, യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മൾ ഒത്തിരി ഫെമിലിയർ ആയിട്ടുള്ള സുപരിചിതമായൊരു വാക്യമാണ്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തെ തന്നെ പൂർണ്ണമായിട്ടുള്ള ആശ്രയിക്കുന്ന ഒരു മനുഷ്യൻ, ദൈവത്തിലെ മുഴുവനും ദൈവത്തെ തന്നെ ആശ്രയിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടുള്ളൊരു അവസ്ഥയാണ് നമ്മൾ വായിക്കുന്നത്. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരിരുന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെ ആകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിന്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും. യഥാർത്ഥമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, നമ്മളെയും മറ്റുള്ളവരെയും, നമ്മളെയും ഒരു അവിശ്വാസിയും നമ്മളെയും ലോകക്കാരെയും വ്യത്യസ്തമാക്കുന്നത് ഈ ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മളിവിടെ വായിക്കുന്നു, എന്താണ് വായിച്ചത്? ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല. നമ്മൾക്ക് ഉഷ്ണം തട്ടും, നമുക്ക് മാത്രമല്ല ഉഷ്ണം തട്ടുന്നത്, മറ്റൊരു വ്യക്തിക്കും അവിശ്വാസിയായ ലോകക്കാരനും ഈ ഉഷ്ണത്തിൻ്റെതായ അനുഭവങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അവിടെയെല്ലാം നമ്മൾ വായിക്കുന്നത് ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിന്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുടെ കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. വരൾച്ച നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കുമുണ്ട്. പക്ഷെ അവിടെയെല്ലാം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, അതിന്റെ എല്ലാം മധ്യത്തിൽ ഒരു വിശ്വാസിയെക്കുറിച്ച് അവിടെ നമ്മൾ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അതാണ് നമ്മളെ വ്യത്യസ്തനാക്കുന്നത്. നമ്മുടെ ഇംഗ്ലീഷിൽ ഇറ്റ് വിൽ നോട്ട് സ്റ്റോപ്പ് ഈൽഡിങ് ഫ്രൂട്ട്സ്. അതൊരിക്കലും ഫ്രൂട്ട് ഈൽഡ് ചെയ്യുന്നത് അത് സ്റ്റോപ്പ് ചെയ്യത്തില്ല. അവിടെയാണ് നമ്മളെ വ്യത്യസ്തനാക്കുന്നത്. അതിന്റെ എല്ലാം നമ്മുടെ ജീവിതത്തില് നമ്മളെ ഉഷ്ണം തട്ടുമ്പോഴും വരൾച്ച നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും എല്ലാം അനുകൂലമല്ല. പക്ഷെ എല്ലാം ഈ ഒരു പ്രതികൂല സാഹചര്യത്തിലേക്ക് ഈ വൃക്ഷത്തെ നട്ടുമ്പോഴും ആ ഒരു വൃക്ഷത്തിന്റെ പ്രത്യേകത, സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ അത് ഉഷ്ണമാണെങ്കിലും വരൾച്ചയാണെങ്കിലും അതിൽ നിന്ന് ഫലം പുറപ്പെടുവിച്ചു കൊണ്ടേയിരിക്കും. കാരണം അതിന്റെ വേരും ദൈവമായിട്ടുള്ള ഒരു കോണ്ടാക്ട് എപ്പോഴും ഉണ്ടായിരുന്നു. അതാണ് അവനെ വ്യത്യസ്തമാക്കുന്നത്. ദ റൂട്ട് ദാറ്റ് റീച്ച് ഡീപ്പ് ഇൻ ടു ദ വാട്ടർ. എല്ലായ്പ്പോഴും ആ റൂട്ട്, ആ വേര്, ആ ജീവജലത്തിന്റെ ആ ലൈഫ് ഗിവിങ് സ്ട്രീമിൽ എപ്പോഴും ഒരു കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അതാണ് ദൈവത്തിലുള്ള ആശ്രയം. ദൈവം തന്നെ നമ്മളെ എപ്പോഴും ദൈവത്തെ തന്നെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്ന, ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തില് നമ്മൾ വളരുന്ന ഒരു മനുഷ്യന്റെ ഏറ്റവും ബ്ലെസ്സിങ് ആയിട്ടുള്ള ഒരു ലൈഫാണ്. ദൈവമായിട്ടുള്ള ഒരു ആശ്രയം നമുക്ക് ജീവിതത്തിൽ എപ്പോഴും ഏത് സാഹചര്യത്തിലും ഏത് പ്രതിസന്ധിയിലും ദൈവത്തെ തന്നെ പൂർണ്ണമായിട്ടും ആശ്രയിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തിലെ കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തില് എപ്പോഴും നിരന്തരമായ ആ ലൈഫ് ഗിവിങ് സ്ട്രീമില് നമ്മൾ എപ്പോഴും നമ്മളെ വേരുമായിട്ടുള്ള ബന്ധപ്പെടുത്തി നിൽക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ആ വൃക്ഷത്തെ എന്ത് തന്നെ നമ്മൾ ആ വൃക്ഷത്തിനെതിരായിട്ട് വന്നോ, എത്ര വലിയ അമ്പുകൾ ഏതാണെങ്കിലും, എത്ര വലിയ സാഹചര്യത്തിലാണെങ്കിലും, വരൾച്ചയാണെങ്കിലും വെയിലാണെങ്കിലും എന്ത് തന്നെ അവിടെ ആ വൃക്ഷത്തിന് വേണ്ടി അടിച്ചാലും അത് എപ്പോഴും ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അവിടെയെല്ലാം ആ സാഹചര്യത്തിലെല്ലാം പെറുപെറുക്കാതെ കംപ്ലൈന്റ് ഇല്ലാതെ കർത്താവിന് വേണ്ടി നിൽക്കുവാനായിട്ട് ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വൃക്ഷമാണ് നമ്മളോട് വായിക്കുന്നത്. യഹോവയിൽ ആശ്രയിക്കുന്ന, യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഥാർത്ഥമായിട്ടും നമുക്കും കർത്താവ് പറഞ്ഞതുപോലെ ഓൾവേസ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തിൽ തന്നെ പൂർണ്ണമായിട്ടും അബൈഡ് ചെയ്യുക, ദൈവത്തിൽ പൂർണ്ണമായിട്ടും നമ്മൾ വസിക്കുക. ദൈവത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം പൂർണ്ണമായിട്ടും ദൈവത്തെ തന്നെ ആശ്രയമായിരിക്കുക, ദൈവം തന്നെ നമ്മളാം ആശ്രയമായിരിക്കുക. കർത്താവിൽ തന്നെ പൂർണ്ണമായിട്ടും ആശ്രയിച്ചുകൊണ്ട് എല്ലാ സാഹചര്യത്തിലും ദൈവം എൻ്റെ എല്ലാം ആണെന്നുള്ള ആശ്രയമായിട്ട് ദൈവസന്നിധിയിലേക്ക് നമ്മൾ സമർപ്പിക്കുമ്പോഴും അവിടെ ആ സാഹചര്യത്തിലെല്ലാം നമ്മൾ നിൽക്കുമ്പോഴും ദൈവം നമ്മളിൽ നിന്ന് പുറത്തു വരുന്നത് ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുന്ന നല്ല നല്ല ഫലങ്ങള്, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങള്. ഗലാത്യർ 5 പറഞ്ഞതുപോലെ ആ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. മറ്റുള്ളവർ ചിലപ്പോൾ പെറുപെറുക്കുമായിരിക്കും, മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഈ ചൂടും ഈ ബുദ്ധിമുട്ടിലൊക്കെ അനുഭവിക്കുമ്പോൾ പലവിധമായ സ്വഭാവങ്ങളായിരിക്കും പുറത്തു വരുന്നത്. പക്ഷെ അവിടെ എല്ലാം മധ്യത്തിലെ നമ്മൾ കോളേജിലാണെങ്കിലും നമ്മൾ ഓഫീസിലാണെങ്കിലും നമ്മൾ ഭവനത്തിലാണെങ്കിലും അവിടെ എല്ലാം ദൈവത്തിന് വേണ്ടി നല്ല ഫലം കായ്ക്കുവാനായിട്ട് സ്നേഹം, സന്തോഷം, സമാധാനം അവിടെ എല്ലാം കർത്താവിന്റെ ഫലം കായ്ച്ച് ദൈവത്തിന്റെ ഗ്ലോറിഫൈ ആയിട്ട് നിൽക്കുവാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നതിന് വേണ്ടി കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവത്തിന്റെ കരുണ സമർപ്പിക്കുന്നു.